വൈക്കം ടി പി പുരം ചെമ്മനത്തുകര IHDP നഗർ നിവാസികൾക്ക് സർക്കാരിൻ്റെ പൊന്നോണ സമ്മാനമായി പട്ടയം വിതരണം ചെയ്യുന്നു. സെപ്റ്റംബർ മാസം 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയങ്ങൾ വിതരണം ചെയ്യും. തങ്ങളുടെ ഭൂമിക്ക് സ്വന്തമായി രേഖ എന്ന വൈക്കം ചെമ്മനത്തുകര IHDP നഗർ നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. ചെമ്മനത്തുകര IHDP നഗർ നിവാസികളിൽ നിന്നും പട്ടയത്തിന് അപേക്ഷ നൽകി വരുന്നവരും കാഞ്ഞിരപ്പള്ളി ITDP പ്രൊജക്ട് ഓഫീസറിൽ നിന്നും അനുമതി ലഭ്യമായതുമായ 24 ഗുണഭോക്താക്കൾക്കാണ് തങ്ങൾ താമസിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം സെപ്റ്റംബർ 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ TV പുരത്ത് വെച്ച് വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ള 11 കൈവശക്കാർക്കും പട്ടികവർഗ വകുപ്പിൻ്റെ അനുമതി ലഭ്യമായാലുടൻ പട്ടയം നൽകാൻ കഴിയുമെന്ന് CK ആശ MLA പറഞ്ഞു. ഓണസമ്മാനമായി അവർക്ക് പട്ടയം അവരുടെ കൈകളിൽ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് അന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടുകയാണ്. ഈ വരുന്ന 12-ാം തീയതി 1:30-ക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ 24 പട്ടയങ്ങൾ, ബാക്കി 10 പട്ടയങ്ങൾ കൂടിയുണ്ട്, 11 പട്ടയങ്ങൾ കൂടിയുണ്ട്. അത് അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സങ്കീർണതയുള്ള നടപടിക്രമങ്ങളായതുകൊണ്ടാണ് അതും ഉടനെ തന്നെ കൊടുക്കുന്നതിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള 24 പട്ടയങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ട് വന്ന് അവർക്ക് തിരുവനന്തപുരം പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് കൊടുക്കാനുള്ള ഒരു സന്തോഷ സന്ദർഭം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിനാണ് ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് നൽകാനായിട്ട് തീരുമാനിച്ചത്. നിയമസഭയിലും കോട്ടയം ജില്ലാ റവന്യൂ അസംബ്ലിയിലും ഉന്നയിച്ച ആവശ്യത്തെ തുടർന്ന് ഓണസമ്മാനമായി ഇവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു. MLA നടത്തിയ വിവിധ ഇടപെടലുകളെ തുടർന്ന് പട്ടികവർഗ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന IHDP നഗറിൻ്റെ വസ്തു റവന്യൂ വകുപ്പിന് വിട്ടൊഴിഞ്ഞു നൽകി ഓരോരുത്തരുടെയും കൈവശ ഭൂമി സർവേ നടത്തിയതടക്കം നിരവധിയായ സങ്കീർണ നടപടികൾ വഴിയാണ് പട്ടയ വിതരണം പൂർത്തീകരിക്കുന്നതെന്ന് CK ആശ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈക്കം താലൂക്കിലെ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്മനത്തുകര IHDP നഗറിൽ പട്ടയം നൽകുന്നതിനായി അപേക്ഷ സമർപ്പിച്ച ഗുണഭോക്താക്കളിൽ നിന്നും 24 പേർക്ക് നമ്മൾ ഈ സെപ്റ്റംബർ 12-ാം തീയതി പട്ടയം വിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട MLA പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പട്ടയത്തിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 12-ാം തീയതി യോഗത്തിൽ വെച്ച് പട്ടയം വിതരണം ചെയ്യുന്നതാണ്. വൈക്കം തഹസിൽദാർ AN ഗോപകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ സ്വപ്ന S നായർ, താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം MD ബാബുരാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപിതമായ ഒരു നയമുണ്ട്. അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും സമയബന്ധിതമായി പട്ടയം നൽകണം എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം പഞ്ചായത്തിലെ IHDP നഗറിൽ ഇപ്പോൾ ഈ പട്ടയ വിതരണം നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്ന പ്രധാനപ്പെട്ട കാരണം അതിന് അവകാശമായിട്ടുള്ള ആൾക്കാർക്ക് പട്ടയം കിട്ടാത്തതിൽ MLA വേഗത്തിൽ ഇടപെടുന്നില്ല എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുകയും ഇപ്പോൾ ഏതാണ്ട് 300 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം നടക്കുകയും ഉണ്ടായി. തീർച്ചയായിട്ടും ഭരണപരമായി ഉണ്ടായ തടസ്സമല്ലാണ്ട് ഔദ്യോഗികമായിട്ട് യാതൊരുവിധ തടസ്സവും അതിനകത്തുണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭൂമിയല്ല എന്നുള്ളതും പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഭൂമി കൈവശം വെച്ചിരുന്നതും അത് തിരിച്ചു വാങ്ങുന്നതിനും അത് നിയമം മൂലം ഇവർക്ക് യഥാവിധി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം മാത്രമാണ് വന്നത്. വിഷൻ ന്യൂസ്, വൈക്കം.